മരണത്തിന് ശേഷം മറവ് ചെയ്യാൻ വഴി കാട്ടിയത് ഒരു കാക്കയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൗതുകം പോലെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെപ്പറ്റി അറിയാൻ നമുക്ക് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തുള്ള ഒരു ലോകത്തേക്ക് പോകേണ്ടി വരും. അതായത് ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തേക്ക്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ പത്നിയായ ഹവ്വ ബീവിക്ക് ഓരോ പ്രസവത്തിലും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അടങ്ങുന്ന ഇരട്ട കുട്ടികൾക്കാണ് ജന്മം നൽകിയിരുന്നത്. ആദ്യത്തെ പ്രസവത്തിൽ ആൺകുട്ടിയായ ഗാബീലും പെൺകുട്ടിയായ അക്ലിമയും ജനിച്ചു. അക്ലിമ അതീവ സൗന്ദര്യവതിയായിരുന്നുവെന്ന് ചരിത്രരേഖയിൽ കാണാം. തൊട്ടടുത്ത രണ്ടാമത്തെ പ്രസവത്തിൽ ആൺകുട്ടിയായ ഹാബീലും പെൺകുട്ടിയായ ലിയൂദയും ജനിച്ചു. ഇവർ വളർന്നു വലുതായപ്പോൾ ഗാബീൽ കൃഷിക്കാരനാവുകയും ഹാബീൽ ഒരു ആട്ടിടയനായി മാറുകയും ചെയ്തുവെന്ന് ബൈബിളിലെ ഉൽപ്പത്തി അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അവർക്കിരുവർക്കും വിവാഹപ്രായമെത്തിയപ്പോൾ അന്നത്തെ നിയമമനുസരിച്ച് ഒരു പ്രസവത്തിൽ ജനിച്ച ആൺകുട്ടിക്ക് തൻ്റെ കൂടെ ജനിച്ച പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതാണ് നിയമം. അതായത് ഹാബിലിൻ്റെ കൂടെ ജനിച്ച സഹോദരിക്ക് ഹാബിലിനെയും ഹാബിലിൻ്റെ കൂടെ ജനിച്ച സഹോദരിക്ക് ഗാബിലിനെയും വിവാഹം കഴിക്കണം എന്നായിരുന്നു അന്നത്തെ നിയമം. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഹാബിലിൻ്റെ വധു സൗന്ദര്യവതിയും ഗാബിലിൻ്റെ വധു സൗന്ദര്യവും കുറവായിരുന്നു. ഇത് ഗാബിലിനെ കൂടുതൽ അസ്വസ്ഥനാക്കി. ഈ തർക്കം പരിഹരിക്കാൻ അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം ആദം നബി അലൈഹിസ്സലാം അവരോട് ബലി അർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ആരുടെ ബലിയാണോ സ്വീകരിക്കപ്പെടുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാം എന്നതായിരുന്നു നിബന്ധന. ഇത് ഖുർആൻ അധ്യായമായ അൽ മാഇദ 27-ാം സൂക്തത്തിൽ വിവരിക്കുന്നുണ്ട്. എന്നാൽ ഗാബിൽ തൻ്റെ കൃഷിയിടങ്ങളിലെ നല്ല കായ്കനികൾ മാറ്റിവെച്ച് മോശമായവ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു. അതേസമയം ഹാബീൽ ആട്ടിൻകൂട്ടത്തിലെ ഏറ്റവും മുന്തിയ ആട്ടിൻകുട്ടിയെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു. എന്നാൽ അള്ളാഹു ഹാബിലിൻ്റെ ബലി സ്വീകരിച്ചു. ഖുർആനിലെ 5-ാം അധ്യായമായ അൽ മാഇദ 27-ാം വാക്യത്തിൻ്റെ വിവർത്തനം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീർ വ്യാഖ്യാനത്തിൽ വളരെ ഭംഗിയായി വിശദീകരിക്കുന്നുണ്ട്. ബലി സ്വീകരിക്കാതെ പോയതിൽ ഗാബിലിനെ വീണ്ടും അസ്വസ്ഥനാക്കി. അങ്ങനെ അവൻ തൻ്റെ സഹോദരനെ കൊല്ലാൻ പദ്ധതിയിട്ടു. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ 8-ാം വാക്യത്തിൽ പറയുന്നത് ഹാബിലിനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഗാബിൽ കയർത്ത് സംസാരിക്കുകയും അനുജനായ ഹാബിലിനെ കൊന്നുകളയുകയും ചെയ്തു എന്നാണ്. എന്നാൽ ഖുർആനിലെ 5-ാം അധ്യായമായ അൽ മാഇദയിലെ 28-ാം സൂക്തത്തിൽ അസൂയമൂത്ത ഗാബിലിനെ പറ്റി ഇങ്ങനെയാണ് വിവരിക്കുന്നത്. ഗാബിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഹാബിൽ വളരെ ശാന്തനായി ഇങ്ങനെ പറഞ്ഞു: നീ എന്നെ കൊല്ലാൻ കൈനീട്ടിയാലും ഞാൻ നിന്നെ കൊല്ലാൻ കൈനീട്ടില്ല. കാരണം ഞാൻ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. എന്നാൽ ഹാബിൽ പറഞ്ഞ വാക്കുകളൊന്നും ഗാബിലിൻ്റെ മനസ്സിനെ സ്വാധീനിച്ചില്ല. അവൻ തൻ്റെ അനുജനായ ഹാബിലിനെ കൊന്നു. മരണപ്പെട്ട ഹാബിലിൻ്റെ മൃതശരീരം എങ്ങനെ മറവ് ചെയ്യണമെന്നറിയാതെ ഗാബിൽ വിഷമിച്ചു. കാരണം അത് ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകമായിരുന്നു. എന്നാൽ മറവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാൻ അള്ളാഹു ഒരു കാക്കയെ അയച്ചു കൊടുത്തു. ഇതിനെപ്പറ്റി ഖുർആനിലെ 5-ാം അധ്യായമായ അൽ മാഇദയിലെ 31-ാം വാക്യത്തിൽ വ്യക്തമായി അള്ളാഹു വിവരിക്കുന്നുണ്ട്.
ആ കാക്ക മറ്റൊരു കാക്കയെ മറവ് ചെയ്യാൻ മണ്ണിൽ കുഴിയുണ്ടാക്കുകയായിരുന്നു. ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ വിവരിക്കുന്നുണ്ട്. ഇത് കേട്ട ഗാബീൽ ഇങ്ങനെ പറഞ്ഞു: മരണപ്പെട്ട തൻ്റെ സഹോദരൻ്റെ മൃതദേഹം മറവ് ചെയ്യുന്ന കാര്യത്തിൽ ഈ കാക്കയെപ്പോലെ തനിക്കാകാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് അവൻ സങ്കടപ്പെട്ടു. ഇതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ കൊലപാതകം. ഇതുതന്നെയായിരുന്നു ലോകത്ത് ആദ്യമായി ഒരു മൃതദേഹം മറവ് ചെയ്യാൻ കാക്ക വഴി കാട്ടിക്കൊടുത്തതും.